വാളുകൊണ്ട് വീണവർ അനേകരാണ്, എന്നാൽ നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലും അധികമാണ്. എന്നാൽ ഇവിടെ ഇതാ ഒരു പാട്ട് കൊണ്ട് ഒരു പാർട്ടിയുടെ അടിവേരടക്കം പിഴുതെറിയുകയാണ് ജനങ്ങൾ. അതെ, ഒരു പാട്ടിലൂടെ നാണം കെട്ട അധികാരത്തിൽ നിന്നും തോറ്റിറങ്ങിപ്പോകുന്ന ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സർക്കാരായി നമ്മുടെ പിണറായി സർക്കാർ മാറുകയാണ്. പോറ്റിയെ കേറ്റിയെ പാട്ടിലൂടെ ശബരിമല വിഷയത്തിൽ പ്രതികരിച്ചവർക്കെതിരെ പോലും കേസെടുത്ത ഭീരുവായ ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. എതിർ ശബ്ദങ്ങളെ ഭയക്കുന്ന, സത്യം വിളിച്ചു പറയുന്നവരുടെ നാവരിയുന്ന പോലീസ് രാജ് അഴിച്ചുവിട്ട് ജനങ്ങളെ നിശബ്ദരാക്കുന്ന, 54 വണ്ടി അകമ്പടിയില്ലാതെ റോഡിൽ ഇറങ്ങാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രിക്ക് എതിർ ശബ്ദങ്ങളെ പോലും ഭയമാണ്. വിവാദമായ പോറ്റിയെ കേറ്റിയെ എന്ന പാരടിപ്പാട്ടിൽ പോലീസ് കേസെടുത്തുവെങ്കിലും പിന്നീട് CPM തന്നെ ഈ കേസിൽ യു-ടേൺ അടിക്കുകയായിരുന്നു. ശരണമന്ത്രത്തെ അപമാനിക്കുന്ന വിധത്തിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന രീതിയിൽ പാട്ടുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തിക്കൊണ്ട് തിരുവനന്തപുരം സൈബർ പോലീസ് എടുത്ത കേസിൽ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയായിരുന്നു പരാതിക്കാരൻ. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ള, പാട്ട് പാടിയ ഡാനിഷ്, നിർമ്മാതാവ് സുബൈർ പന്തലൂർ, ഇവരുടെ CMS മീഡിയ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. ബിസിനസ് സംരംഭവുമായി 4 പതിറ്റാണ്ട് കാലമായി ഖത്തർ പ്രവാസിയാണ് ഗാനരചയിതാവായ GP കുഞ്ഞബ്ദുള്ള. കോഴിക്കോട് നാദാപുരം ചാലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം. 600-ൽ പരം പാട്ടുകൾ എഴുതിയ കുഞ്ഞബ്ദുള്ള 120-ൽ പരം മാപ്പിളപ്പാട്ടുകളുടെ സമാഹാരമായ വർണ്ണചരിത്രം എന്ന പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വെറുതെ എഴുതിയ വരികൾ നാട്ടിലെ സുഹൃത്തായ ഹനീഫ മൂടിക്കോടിന് അയച്ചു നൽകുകയായിരുന്നു അദ്ദേഹം. ഡാനിഷാണ് ആദ്യം മ്യൂസിക് ചെയ്തത്. തുടർന്ന് CMS മീഡിയയുടെ ഉടമയായ സുബൈർ പന്തലൂരുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം പുറത്തിറക്കുകയായിരുന്നു. നാസർ കൂട്ടിലങ്ങാടിയാണ് ഡബ് ചെയ്തത്. ഓർമ്മയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണത്തിലാണ് പാട്ട് എഴുതിയത് എന്ന് GP കുഞ്ഞബ്ദുള്ള പറഞ്ഞു. GP ചാലപ്പുറം എന്ന പേരിൽ 1996 മുതൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഗാനങ്ങളും രാഷ്ട്രീയ ഗാനങ്ങളും എഴുതാറുണ്ട്. എന്തായാലും ഈ പാട്ട് മതസ്പർദ്ധയുണ്ടാക്കിയതിനും വിശ്വാസം വ്രണപ്പെടുത്തിയതിനുമുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് ഈ പാട്ടിൽ ഇവർക്കെതിരെ കേസെടുത്തത്. അയ്യപ്പ ഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിച്ചുവെന്നും FIR-ൽ പറയുന്നുണ്ട്. സൈബർ പോലീസ് SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നത്. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്തിറങ്ങിയ ഈ പാട്ട് ഫലം വന്ന ശേഷം UDF നേതാക്കൾ ഏറ്റുപാടിയതോടുകൂടിയാണ് കൂടുതൽ വൈറലായത്. ഇതോടെയാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാട്ടിക്കൊണ്ട് CPM-ഉം ഈ പാട്ടിനെതിരെ പരാതി നൽകാൻ തീരുമാനിച്ചത്. ധ്രുവീകരണമുണ്ടാക്കി വോട്ട് പിടിക്കാൻ പാട്ടിലൂടെ ശ്രമം നടന്നുവെന്നും ചട്ടലംഘനമുണ്ടായി എന്നുമായിരുന്നു CPM-ന്റെ വാദം. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയെ പാർട്ടി പിന്തുണച്ചിരുന്നു. എന്തായാലും CPM-ന്റെ ഈ ധാർഷ്ട്യത്തിന് മുന്നിൽ തോറ്റുകൊടുക്കാതെ കേരള ജനത മുഴുവൻ ഈ പാട്ട് ഏറ്റെടുത്തു. കേരളം മാത്രമല്ല, അങ്ങ് ലണ്ടനിലും ഈ പാട്ട് വൈറലായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം നേടിയതിനു പിന്നാലെ UK-യിലെ ഒരു പറ്റം യുവാക്കൾ യൂത്ത് കോൺഗ്രസ് പതാകയുമേന്തി ഈ പാട്ട് പാടിക്കൊണ്ടാണ് വിജയാഘോഷം നടത്തിയത്. തിരഞ്ഞെടുപ്പിൽ പാരഡി ഗാനങ്ങൾ എല്ലാ തവണയും എത്താറുണ്ട് എങ്കിലും അവ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വൈറലാവുക പതിവല്ല. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന ഗാനം വളരെ വേഗത്തിലാണ് സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ വൈറലായത്. ഇപ്പോഴും ഈ പാട്ടിന്റെ സ്വീകാര്യതയ്ക്ക് ഇടിവ് വന്നിട്ടില്ല. ഇപ്പോഴിതാ ഇതേ ഈണത്തിലുള്ള മറ്റ് ചില വരികൾ കൂടി വൈറലാവുന്നുണ്ട്. പിണറായി വിജയനുള്ള പുതുവർഷ സമ്മാനം എന്നോണം ഈ പാട്ട് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. TPയെ കൊല്ലാൻ വന്നവരാരാ സഖാക്കളാണേ നാട്ടാരെ, ഷാഫിയെ തല്ലാൻ വന്നവരാരാ സഖാക്കളാണേ നാട്ടാരെ.